ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇസ്മിക്ക് ചാനലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയും ഒരു നേന്ത്രപ്പഴവും വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ട് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് മട്ടേരിയാണ് കേട്ടോ. നിങ്ങൾ ഏത് അരി കൊണ്ടാണോ ചോറ് വയ്ക്കുന്നത് ആ അരി എടുത്താൽ മതി. അപ്പോൾ ഈ മട്ടേരി നമുക്കൊന്ന് കഴുകിയെടുക്കാം. 250 ml കപ്പിൽ ഒരു കപ്പ് മട്ടേരിയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു നേന്ത്രപ്പഴം എടുക്കുമ്പോൾ ഒരു കപ്പ് മട്ടേരി കറക്റ്റ് പാകമാണ് കേട്ടോ. അപ്പോൾ ദാ ഈ അരി ഒന്ന് നന്നായിട്ട് കഴുകി ഒന്ന് വാരാൻ വേണ്ടി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അരിയിൽ അത്യാവശ്യം നല്ല അഴുക്കുണ്ടാവും. അത് നന്നായിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ദാ ഇനി ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഈ ഒരു നേന്ത്രപ്പഴം നന്നായിട്ടൊന്ന് ചെറുതാക്കി കട്ടാക്കി എടുക്കാം കേട്ടോ. ഒരു നേന്ത്രപ്പഴത്തിനെ 4 ആയിട്ട് കീറിയിട്ട് ഇതേപോലെ ചെറുതാക്കി കട്ടാക്കി എടുക്കാം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. ഈ രീതിയിലാണ് ഞാനൊന്ന് കട്ടാക്കി എടുത്തിട്ടുള്ളത്. അതുകൂടെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അരക്കപ്പ് 250 ml കപ്പിൽ അരക്കപ്പ് കടലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കടല പറയുമ്പോൾ നമ്മൾ നെൽക്കടലയൊക്കെ ഇല്ലേ, അതിനാണ് കടല പറയണത്. അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഉപ്പൊന്നും ചേർക്കണ്ട കേട്ടോ. ഉപ്പൊന്നും ചേർക്കാതെയാണ് വറുത്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ചൂടാറാൻ വേണ്ടി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുക്കണം കേട്ടോ. ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി ഇതേ ചീനിച്ചട്ടിയിലേക്ക് തന്നെ നമ്മളിവിടെ നേരത്തെ കഴുകി വാരി വെച്ചിട്ടുള്ള നമ്മുടെ അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് മട്ടേരിയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് മട്ടേരി എടുത്തത്. നിങ്ങളിപ്പോൾ വെളുത്തരിയൊക്കെ ഉണ്ടല്ലോ, കുറുവ അതുപോലത്തെ വെളുത്തരിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ റേഷൻ പിടിത്ത അരിയാണെങ്കിലും പറ്റും കേട്ടോ. നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ കടല വറുത്തപ്പോൾ അതിലെ ഒരു ഇതാണ് കേട്ടോ, അതിൻ്റെ തോലാണ്, അതെടുത്ത് കളഞ്ഞു. അപ്പം ഇനി ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇതുപോലെ വറുത്തെടുത്താൽ മതി. അരി കഴുകിയതുകൊണ്ട് ചെറിയൊരു നനവുണ്ടാകും. അത് നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് അത് മാറിക്കോളൂ കേട്ടോ. നന്നായിട്ട് നല്ലൊരു ഇതേപോലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് വേഗം തന്നെ മാറ്റി കൊടുക്കാം, ഫ്ലെയിം ഓഫ് ആക്കിയിട്ട്. അല്ലെങ്കിൽ ചട്ടിയിൽ തന്നെ വെക്കരുത്. പെട്ടെന്ന് തന്നെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നല്ല ചൂട് കുറേ സമയം ഉണ്ടാവും. അപ്പോൾ കരിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് അതിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു 2.5 കട്ട ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് 250 ml കപ്പിൽ 1.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അതവിടെ നെയ്യ് മെൽറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ഈ അരി പൊടിച്ചെടുക്കണം. അപ്പോൾ അരിയും നെൽക്കടലയും ഒരുമിച്ചിട്ടാട്ടോ ഞാൻ പൊടിച്ചെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏലക്കപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത്, ഏലക്കയാണ് ഉള്ളതെങ്കിൽ ഈ സമയത്ത് ഇതിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. നല്ല ഫൈനായിട്ടൊന്നും പൊടിയേണ്ട ആവശ്യമില്ല. ചെറിയ തരിതരിപ്പോടുകൂടി നമുക്കിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടൊരു സ്നാക്കാട്ടോ ഇത്. കുറച്ച് ദിവസം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. പുറത്തൊരു 2 ദിവസമൊക്കെ ഇരിക്കും. പിന്നെ ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റുന്നൊരു സ്നാക്കാണ്. അപ്പോൾ ദാ നമ്മുടെ നെയ്യൊക്കെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല രീതിയിൽ ഇതൊന്ന് വഴറ്റി ഉടച്ചെടുക്കണം കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തേക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ നേന്ത്രപ്പഴവും ഇതുപോലെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. നല്ല പഴുത്ത പഴം എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടിക്കോളും കേട്ടോ. ടേസ്റ്റും കൂടുതലായിരിക്കും. ഇപ്പോൾ പഴുത്തിട്ട് തോലൊക്കെ കറുത്ത് പോയിട്ടുള്ള പഴം നമ്മൾ കളയണ്ട കേട്ടോ. ഇതുപോലെയൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് തേങ്ങയോട് ചേർത്ത് ജസ്റ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് എല്ലാം പാട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ചൂടാക്കി എടുത്താൽ മതി. പിന്നെ ഇവിടെ നമ്മൾ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി പകുതി 3/4 ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ബാക്കി കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ പഴത്തിൻ്റെ കട്ടയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എല്ലാം പാട് ഈ ശർക്കരപ്പാനിൽ യോജിക്കാൻ വേണ്ടിയിട്ട് എല്ലാം പാട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം ബാക്കിയുള്ളത് കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾ ശർക്കര ഇങ്ങനെ എന്താ പറയുക, നേന്ത്രപ്പഴം കുറച്ചൊക്കെ എന്തെങ്കിലും ഇങ്ങനെ കിടക്കുന്ന കണ്ടു കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുക്കായി വന്നോളും. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഏലക്കയുടെ പൊടിയും 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പാട് നന്നായിട്ട് മിക്സ് ആക്കുക കേട്ടോ. നിങ്ങളടുത്ത് ഏലക്കപ്പൊടിയും ജീരകത്തിൻ്റെ പൊടിയും ഇല്ലെങ്കിൽ ജീരകവും ഏലക്കയും വേണമെങ്കിൽ നമ്മൾ അരിയും കടലയും പൊടിച്ചെടുക്കുന്ന നേരത്ത് അതിക്കിട്ട് പൊടിച്ചെടുത്താൽ മതി. ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം പാട് മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളച്ച് വന്നാൽ മതി.
ഇതുപോലെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പൊടി ചേർത്ത് കൊടുക്കണം. അത് ഫുള്ളായിട്ട് ആദ്യം തന്നെ ചേർക്കണ്ട, ഒരു 1/4 ഭാഗത്തോളം ആദ്യം ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി നോക്കുക. ഈ സമയം ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് കേട്ടോ. പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ആദ്യം 1/4 ഭാഗം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം പാടും നന്നായിട്ട് മിക്സാക്കി നോക്കിയിട്ട് ബാക്കി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലൊക്കെ 1.5 കപ്പ് വെള്ളം കറക്റ്റ് പാകമാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മുഴുവൻ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം പാടെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇത് എന്താ പറയുക, ലൂസാണെന്ന് കരുതിയിട്ട് നിങ്ങളിതിലേക്ക് വെള്ളമോ ശർക്കര പാനിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് കറക്റ്റ് പാകമാണ്. ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ മിക്സാക്കുന്ന സമയത്ത് കറക്റ്റ് ആയിക്കോളൂ കേട്ടോ. എന്താ പറയുക, നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ അരിയുടെ പൊടിയൊക്കെ ശർക്കര പാനിയൊക്കെ വലിച്ചു പിടിച്ച് കറക്റ്റ് ആയിക്കോളൂ. അതിലൊക്കെ മധുരം പാകമായി കറക്റ്റായി വന്നോളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ, ഇത്രയും മതി. ഇനി ഇത് നമുക്കൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കണം. ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ ചൂടാറി കിട്ടിക്കോളൂ. ജസ്റ്റ് ഒന്ന് ചൂടാറണം കേട്ടോ. നമുക്ക് കൈ കൊണ്ട് തൊടുന്ന രീതിയിലൊന്ന് ചൂടാറി കിട്ടണം. ഇപ്പോൾ അതാ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. എന്നാലും ഒരുപാട് ചൂടാറിയിട്ടില്ല, ചെറിയൊരു ചൂടുണ്ട്. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് നട്ട്സൊക്കെ വേണമെങ്കിൽ ഇനി ഇതിൽ ഇപ്പം കാഷ്നട്ടൊക്കെ വേണമെങ്കിലൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ, ഇടയ്ക്ക് അടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളുത്ത എള്ളും കറുത്ത എള്ളും കൂടി മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലും ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതിലേക്ക് മൊത്തത്തിൽ ഇട്ടിട്ടൊന്ന് ഉരുട്ടിയെടുത്താലും മതി. ഇപ്പം ഞാൻ എൻ്റെ പുറം ഭാഗത്തേക്ക് ഇങ്ങനെ ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയിട്ടാണ് എടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈസി സ്നാക്കാണ്. ഓയിലൊന്നും ഇല്ലാതെ നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ്. കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്ത് കഴിക്കാൻ കൊടുക്കാനും നല്ലതാണ്. ഇത് കുറച്ച് ദിവസം ഒരാഴ്ചയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചും യൂസ് ആക്കാവുന്നതാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യുക കേട്ടോ. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തിരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.